ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹൗ ടു ഫോളോ ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ഹൗ ടു സ്റ്റോപ്പ് ബാഡ് ഹാബിറ്റ്സ്. ഇതൊന്നും അത്ര പെട്ടെന്ന് പറയുന്ന അത്രയും ഈസി അല്ല. ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നതും ബാഡ് ഹാബിറ്റ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതും. നമ്മളാരും ഒരു പെർഫെക്റ്റ് പേഴ്സൺ അല്ല. നമ്മുടെ ഉള്ളിൽ ബാഡ് ഹാബിറ്റ്സ് കാണും, ചീത്ത ശീലങ്ങൾ കാണും, നല്ല ശീലങ്ങൾ കാണും. എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പരുവത്തിലുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ എങ്ങനെ നമുക്ക് ഗ്രാജുവലി ഒരു നല്ല ശീലം പിന്തുടരാമെന്നും എങ്ങനെ നമ്മുടെ ചീത്ത ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാമെന്നും എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതിന് ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഞാനിത് പറയാം. ഈ റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ് നമ്മൾ ഇമാജിൻ ചെയ്യാൻ. അപ്പം ഈ റൂമിൽ ഒരു ഐസ് ക്യൂബ് ഇരിപ്പുണ്ട്. ഐസ് ക്യൂബ് കൊണ്ട് വെച്ച ഉടനെ അത് മെൽറ്റ് ആവില്ല. 25 ഡിഗ്രി ആണെന്ന് പറഞ്ഞു റൂം ടെമ്പറേച്ചർ. 26 ആയി, 27 ആയി, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഐസ് ക്യൂബിന് വരുന്നില്ല. 28 ആയി, 30 ആയി, 31 ആയി, 32 ആയപ്പോഴേക്കും പതുക്കെ ഐസ് ക്യൂബ് ഉരുകി വെള്ളമായി, മെൽറ്റായി വെള്ളമായി. അപ്പോൾ എന്താ, അതിന് ഐസ് ക്യൂബ് വെള്ളമാകാൻ വേണ്ടിയിട്ട് അത്രയും സമയമെടുത്തു അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും എന്നാണ് പറയുന്നത്. കാരണം ചെറിയ മാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഒരു നല്ല ശീലത്തിൻ്റെ ഉടമയാകാൻ കഴിയൂ. ആ ചെറിയ മാറ്റങ്ങൾ അത് നമ്മൾ മാറണം. നമ്മൾ സാധാരണ ന്യൂ ഇയറിനൊക്കെ റെസൊല്യൂഷൻ എടുക്കാറുണ്ട്. നാളെ മുതൽ നമ്മൾ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ 2 മാസം കൊണ്ട് നമ്മൾ കാര്യമായൊന്നും മാറ്റമൊന്നും നമ്മുടെ ശരീരത്തിന് സംഭവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വണ്ണം കുറഞ്ഞില്ലെങ്കിൽ, നമ്മുടെ വെയിറ്റ് ലോസ് ആയില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് സാധാരണ മിക്കപ്പോഴും എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ചിലർക്ക് ഭയങ്കര ഡിറ്റർമിനേഷൻ ആയിരിക്കും. അവരത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. അവർ വെയിറ്റ് ലോസ് ചെയ്യുന്നതിൽ സക്സസ് ആവുകയും ചെയ്യും. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ ചെറിയ തീരുമാനങ്ങളെ നമ്മൾ അത് ആവർത്തിച്ച് നടപ്പാക്കുന്നത് എങ്ങനെ? അതെല്ലാം വളരെ കൊച്ചു ചെറിയ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് നമുക്കൊരു നല്ല ശീലത്തിന് ഉടമയാകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു പരിധി, ഒരു ലെവൽ ക്രോസ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലെവൽ ക്രോസ് വരെയുള്ള ആ ഒരു മാറ്റം വളരെ സ്ലോ ആയിരിക്കും എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അതാണ് ഈ ഐസ് ക്യൂബിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. വളരെ സ്ലോ ആയിട്ടായിരിക്കും ആ മാറ്റം. ആ ഒരു ലെവൽ ക്രോസ് കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് ദ്രുതഗതിയിലുള്ളൊരു വളർച്ച വരുന്നത്. ആ ഒരു ലെവൽ ക്രോസിനെയാണ് എന്ത് പറയുന്നത്? പ്ലേറ്റ് ഓഫ് ലേറ്റൻറ്റ് എന്ന് പറയുന്നത്, ലേറ്റൻറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പം ആ ഒരു ലെവൽ ക്രോസിനെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസംതൃപ്തിയുടെ ഒരു കവാടം എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. കാര്യം അതൊന്ന് ആ ഒരു കവാടം അല്ലെങ്കിൽ ആ ഒരു വഴി ഓപ്പണായി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം അത്ര വരെ പോകാനുള്ള ആ മനസാന്നിധ്യം ആണ് നമുക്ക് വേണ്ടത്. അപ്പം അത് എന്താ ചെയ്യുന്നത്? അതെല്ലാം ഒരു ദിവസം നമ്മൾ 1% മാറാൻ തീരുമാനിക്കണം. സെക്കൻഡ് ഡേ നമ്മൾ വീണ്ടും 1% മാറാൻ തീരുമാനിക്കണം. അപ്പം നമുക്കൊരു വെയിറ്റ് ലോസ് നടത്താൻ, നമ്മുടെ ശരീരത്തിന് വണ്ണം കുറയണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസമോ അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. അപ്പം ആദ്യത്തെ മാസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ സെക്കൻഡ് മന്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. എല്ലാവരുടെ കാര്യത്തിലും ഇത് പാതി വഴി മുടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്കൊരു വലിയ സക്സസ്സിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കാൻ കഴിയും. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ തന്നെ യൂട്യൂബ് ഇതേപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു, എനിക്ക് അപ്ലോഡ് ചെയ്തിട്ട് എനിക്കൊന്നും ആൾക്കാരൊന്നും കാണുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാണ് അങ്ങനെ വറി ചെയ്യുന്നത്? എൻ്റെ ആഗ്രഹമാണത്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ പബ്ലിക്കിനോട് അല്ലെങ്കിൽ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക. സെക്കൻഡ് ഡേ ഞാൻ പറയുക. എല്ലാ ദിവസവും ഞാനിങ്ങനെ എനിക്ക് സ്ലോലി എൻ്റെ ഡ്രീം കം ട്രൂ
എന്ന് പറയുന്ന പോലെ ഒരു പൊസിഷനിൽ എനിക്കെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അപ്പം അത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പം പലർക്കും മടിയായിരിക്കും ഒരു കാര്യം തുടങ്ങാൻ. എന്ത് കാര്യമാണെങ്കിലും, നല്ല ശീലങ്ങൾ മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് തുടങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. ഇനി എങ്ങനെയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇത് എന്നെക്കൊണ്ട് പറ്റുമോ, എന്നെക്കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള പേടി, അതും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള പേടി വേറൊരു വശത്തും. ഒരിക്കലും ഒരു കാര്യവും തുടങ്ങാതെ പാതി വഴിയെ ഉപേക്ഷിക്കും. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യം, നല്ല കാര്യങ്ങളും നമുക്ക് നല്ല ഹാബിറ്റ്സും ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് 1% മാറ്റമേ ഒരു ദിവസം ഉണ്ടാവൂ. വീണ്ടും 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 അത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ആ ശീലങ്ങൾ നമ്മുടെ ബ്രെയിനിന് ഇതൊരു നല്ല ശീലമാണ്, ഇതിനെ നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ അതിനെ മനസ്സിലാക്കി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ നമ്മുടെ ബോഡിയെയും നമ്മുടെ മൈൻഡിനെയും ബ്രെയിൻ മാറ്റിയെടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എങ്ങനെയാണ് ചീത്ത ശീലങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നല്ല ശീലങ്ങൾ നമ്മൾ പിന്തുടർന്ന് അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞു. അപ്പം എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസംതൃപ്തിയുടെ കാലം എന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്ര വരെ വളരെ ക്ഷമയോടുകൂടി നമ്മൾ നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ. ഇനി ബാഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ നമ്മൾ ഇനിയും ഒഴിവാക്കിയെടുക്കാം. അപ്പം അതിനു മുമ്പ് ഞാനൊരു കൊച്ചു കഥ. വിക്ടർ ഹ്യൂഗോ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഒരു ഫ്രഞ്ച് റൈറ്ററാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു നോവലാണ് നോത്രദാമിലെ കൂനൻ. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതിന് പുറകിൽ ഒരു കഥയുണ്ട്. 1830 ആണ് അദ്ദേഹം ഈ നോവൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പബ്ലിഷറിനെ കാണുന്നു. അപ്പോൾ പബ്ലിഷർ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ ഈ നോവൽ പ്രസിദ്ധീകരിക്കാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് വിക്ടർ ഹ്യൂഗോ നോവൽ എഴുതണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ വിക്ടർ ഹ്യൂഗോയ്ക്ക് ഭയങ്കര മടി എഴുത്തിലേക്ക് വരാൻ. എന്ത് ചെയ്തെന്നോ, പുള്ളിക്ക് എന്നും ഒരുപാട് പേരെ സൽക്കരിക്കാൻ ആഗ്രഹമുണ്ട്, ഒരുപാടടുത്ത് ടൂർ പോകാൻ താല്പര്യമുണ്ട്, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളിൽ പുള്ളി എന്നും ഇൻവോൾവ് ആണ്. എഴുത്തിലേക്ക് വരുന്നേയില്ല. പുള്ളി എന്ത് ചെയ്തു, അവസാനം പബ്ലിഷർ പറഞ്ഞു, ഇനിയും ആകെ 3 മാസം കൂടെ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ 3 മാസത്തിനുള്ളിൽ ഈ നോവൽ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇതുവരെ എഴുതാൻ തുടങ്ങിയിട്ടില്ല, അതിന് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, പുള്ളി വിചാരിച്ചു ഇനി എഴുതാൻ തുടങ്ങിയില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവത്തില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, താൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറേ ഡ്രസ്സുകളില്ലേ ഒക്കെ പുള്ളിയുടെ ഒരു ഹെൽപ്പറിനോട് പറഞ്ഞു ഒക്കെ എടുത്ത് മാറ്റി വെച്ച് പൂട്ടി നമ്പറിലൊക്കെ ഇട്ട് വയ്ക്കാൻ പറഞ്ഞു. അതേപോലെ പറഞ്ഞു പാത്രങ്ങളും അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ പറഞ്ഞു. ഒന്നുമില്ല, ആകെ കൂടെ ഒരു റൂമും ഒരു ബുക്കും ഒരു പെന്നും മാത്രം, കഴിക്കാനുള്ള ആഹാരം മാത്രം ഹെൽപ്പർ കൊണ്ടു കൊടുക്കും. അപ്പം എന്താ, ഓട്ടോമാറ്റിക്കലി പുള്ളി എഴുത്തിലേക്ക് തിരിയുകയാണ്. അപ്പം എന്താ വെച്ചാൽ, ഒരു നല്ല ഹാബിറ്റിലേക്ക് വരാൻ വേണ്ടി പുള്ളിയുടേതായിട്ടുള്ള മോശം സ്വഭാവങ്ങൾ, ശീലങ്ങളെ മാറ്റി നിർത്തുന്നു. അത് വളരെ ബുദ്ധിമുട്ടിയാണ് മാറ്റി നിർത്തുന്നത്. അതിന് കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ. അപ്പം എന്താ സംഭവം, സൈക്കോളജിസ്റ്റൊക്കെ പറയുന്നതാണ് കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ്. എന്താണ് ഈ കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ, ഇതാണ് സംഭവം. നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഭാവി അല്ലെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോശമായിട്ടുള്ള, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തി ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കിയെടുക്കുന്നു. ശരീരത്തെയും മനസ്സിനെയും സജ്ജമാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, വിത്തിൻ 3 months പുള്ളി ഈ നോത്രദാമിലെ കൂനൻ എഴുതി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വളരെ ചെയിൻ സ്മോക്കർ ആണെങ്കിൽ ആ സിഗരറ്റ് അല്ല അങ്ങനത്തെ ഉള്ള സാധനങ്ങളെ നമ്മൾ സ്മോക്കിംഗ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ മാറ്റി വയ്ക്കുക, വീട്ടിലേ അത് വയ്ക്കാതിരിക്കുക. കുടിക്കുന്ന ആളാണെങ്കിൽ
അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ, ലിക്കർ പോലത്തെ സാധനങ്ങൾ വീട്ടിൽ വെക്കാതിരിക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ ഫ്രണ്ട്സും അങ്ങനത്തെയൊക്കെ ഉള്ളവരെ ഒഴിവാക്കുക. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് കമ്പല് ചെയ്ത് നമ്മൾ നല്ല ശീലത്തിലേക്ക് നമ്മൾ മാറാൻ സഹായിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഞാൻ വിചാരിച്ചത്. അപ്പം ഈ 2 കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, അറ്റോമിക് എനർജി എന്ന് പറഞ്ഞ ജെയിംസ് ക്ലിയറിൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ പോയപ്പോൾ ഈ പുസ്തകം ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല നല്ല കാര്യങ്ങളാണ്, നമുക്കറിയാം, പക്ഷേ നമുക്കത് പ്രാക്ടിക്കലി നമുക്കത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ, എൻ്റെ വ്യൂവേഴ്സിനും കൂടെ അതൊക്കെ പറഞ്ഞു തരാമല്ലോ. അപ്പോൾ എന്താ ഇതിൻ്റെ നമ്മൾ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല ഹാബിറ്റ് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ വളരെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ദിവസവും അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വളരെ ക്ഷമയോടെ കാത്തിരുന്ന് ആ നല്ല ഹാബിറ്റിലേക്ക് അല്ലെങ്കിൽ ആ നല്ല ശീലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളൊരു കാര്യവും, വളരെ മോശപ്പെട്ട ഒരു ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത്, അതിന് സഹായകമായ സംഭവങ്ങളെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ലതിലേക്ക് നമ്മൾ തിരിച്ചു വരാനുള്ള ഒരു കാര്യവുമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത കണ്ടന്റുമായി നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം. ഓക്കെ, ബൈ.